ഫെബ്രുവരി 23-ന് കായംകുളത്ത് ദേശീയപാതയിൽ സർവീസിനിടെ കത്തിനശിച്ചത് KSRTCയുടെ ഏക വെസ്റ്റിബ്യൂൾ ബസ്സാണ്. ബസ്സിൽ നിന്ന് രൂക്ഷഗന്ധം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വണ്ടി നിർത്തി ഉടൻ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല. പക്ഷേ ബസ് പൂർണ്ണമായി കത്തിനശിച്ചു. കായംകുളം ഡിപ്പോയിലെ ടെക്നിക്കൽ വിഭാഗം പരിശോധന നടത്തിയ ശേഷം ബസ് മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിലെത്തിച്ചു. നിലവിൽ അപകട കാരണം വ്യക്തമല്ല. വയറിംഗിലെ പ്രശ്നവും ബസിന്റെ കാലപ്പഴക്കവുമാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളം തോപ്പുംപടിയിലേക്ക് പോവുകയായിരുന്നു ബസ്. ബസ്സിൽ 44 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. സൈലൻസറിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പുക കണ്ടത്. യാത്രക്കാർ ഉടൻ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടൻ ബസ് നിർത്തി യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി. ആദ്യം കരിഞ്ഞ മണം വന്നുവെന്നും പിന്നാലെ പുക ബസ്സിനകത്തേക്ക് വന്നതോടെ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുകയായിരുന്നുവെന്നും കണ്ടക്ടർ പറഞ്ഞു. ചെറിയ തോതിൽ ഡീസൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും ഡ്രൈവർ പറഞ്ഞു. 2 വലിയ വാതിലുകൾ ഉള്ളതിനാലാണ് യാത്രക്കാരെ വളരെ വേഗം പുറത്തിറക്കാനും അപകടം ഒഴിവാക്കാനും സാധിച്ചത്. തീവണ്ടിയിലെ ബോഗികൾ ചേർത്ത് വയ്ക്കുന്നത് പോലെ 2 ബസ്സുകൾ ചേർത്ത് വെച്ചതുപോലെയാണ് വെസ്റ്റിബ്യൂൾ ബസ്സിന്റെ ഘടന. സാധാരണ ബസ്സുകളെ അപേക്ഷിച്ച് ഇതിന് നീളം അല്പം കൂടുതലാണ്. 12 മീറ്ററാണ് ഒരു സാധാരണ ബസ്സിന്റെ പരമാവധി നീളം. എന്നാൽ വെസ്റ്റിബ്യൂൾ ബസ്സിന്റെ നീളം 17 മീറ്ററാണ്. ബസ്സിൽ 60 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. വശങ്ങളിലായി 2 സീറ്റുകൾ വീതം ക്രമീകരിച്ചിരുന്നു. കൂടുതൽ പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് വെസ്റ്റിബ്യൂൾ ബസ്സിന് ഉണ്ടായിരുന്നത്. 11 വർഷങ്ങൾക്ക് മുൻപാണ് KSRTC ഈ ബസ് ലോഞ്ച് ചെയ്തത്. ഹൈദരാബാദ്, ചെന്നൈ പോലുള്ള മെട്രോ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള നെടുനീളൻ ബസ്സുകൾ ധാരാളമുണ്ട്. അശോക് ലെയ്ലാൻഡിന്റെ 6 സിലിണ്ടർ ടർബോ ചാർജ്ഡ് ഇന്റർകൂൾ എഞ്ചിനാണ് ഈ ബസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ലിറ്റർ ഡീസലിന് 3 കിലോമീറ്ററാണ് ഇതിന്റെ പരമാവധി മൈലേജ് എന്നത് ഒരു പോരായ്മയാണ്. നിലവിലെ ഇന്ധനവില കണക്കിലെടുത്താൽ ഈ ബസ് പ്രവർത്തിക്കുന്നതിനുള്ള ചെലവ് KSRTCക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. KSRTCയുടെ മറ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് ലിറ്ററിന് 5 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടും കൊല്ലത്തുമെല്ലാം ഓടി പേരെടുത്ത ബസ് ഒടുവിൽ അവസാന കാലമായപ്പോഴാണ് 2022-ൽ കരുനാഗപ്പള്ളി കൊച്ചി റൂട്ടിലെത്തിയത്. മുമ്പ് തലസ്ഥാന നഗരിയിൽ നെടുനീളമുള്ള ഈ ബസ്സിന് അനാക്കോണ്ട എന്നും പാമ്പ് ബസ് എന്നും വിളിപ്പേരുകളുണ്ടായിരുന്നു. റോഡിൽ ഈ അനാക്കോണ്ടയെ മേയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ ബസ്സിനേക്കാൾ നീളം കൂടുതലുള്ളതിനാൽ മറ്റു വണ്ടികൾക്ക് ഇവനെ മറികടക്കുന്നത് അത്ര എളുപ്പവുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ബസ്സിന് മറ്റു വണ്ടികളെയും അനായാസം ഓവർടേക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വളവുകളും തിരിവുകളും അല്പം ശ്രദ്ധയോടെ എടുക്കണം എന്നതും ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഓർഡിനറി സർവീസ് ആയതിനാൽ 5 മണിക്കൂർ കൊണ്ടാണ് 113 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൂട്ട് ഈ ബസ് കവർ ചെയ്തിരുന്നത്. തോപ്പുംപടിയിൽ നിന്ന് തെക്കൻ മേഖലയിലേക്ക് ദീർഘദൂര ബസ്സുകൾ ഒന്നുപോലും ഇല്ലായിരുന്നതിനാൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനമുള്ള സർവീസായിരുന്നു ഇത്. അതേസമയം ബസ് കത്തിയമർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയിലെ പഴയ മുഴുവൻ ബസ്സുകളും മാറ്റും. നിലവിൽ മറ്റ് ജോലികൾ ചെയ്യുന്ന മെക്കാനിക്കൽ ജീവനക്കാരെ പഴയ സ്ഥലത്തേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ അവസാന വെസ്റ്റിബ്യൂൾ ബസ്സാണ് ഓർമ്മയായത്. ഇനി അത്തരത്തിലൊന്ന് KSRTCക്കുണ്ടാകുമോ എന്നതും സംശയമാണ്.